മണിക്കൂറിൽ 110 കിലോമീറ്റർ മുതൽ 130 കിലോമീറ്റർ വരെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് ഇത്. 22 കോച്ചുകളും പൂർണ്ണമായും നോൺ AC ആണ്. വന്ദേ ഭാരത് ട്രെയിനിലെ സമാനമായ ബാത്റൂം സംവിധാനമാണ് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിലും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വലിയൊരു പരിവർത്തനത്തിൻ്റെ പാതയുടെ ഒരു കാഴ്ച തന്നെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു നവീകരണ യുഗത്തിലേക്കാണ് രാജ്യം ചുവടുവെക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു യാത്രാ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നമസ്കാരം. കേരളത്തിന് 3 അമൃത് ഭാരത് ട്രെയിനുകളാണ് നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതിൽ 2 ട്രെയിനുകൾ നിലവിലിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 3 ട്രെയിനുകളുടെയും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്തായാലും തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കമ്പാരം അമൃത് ഭാരത് എക്സ്പ്രസും അതുകൂടാതെ ചെർലാപ്പള്ളി, അതായത് ഹൈദരാബാദ് തിരുവനന്തപുരം നോർത്ത് അമൃത് ഭാരത് എക്സ്പ്രസ്സുമാണ്. 22 കോച്ചുകൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ട്രെയിനാണ് അമൃത് ഭാരത്. എന്തായാലും ഈ ഒരു ട്രെയിനിൻ്റെ സവിശേഷത എന്താണ് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്, കണ്ടറിയേണ്ടതുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാകും. കേന്ദ്രം മുൻപേ പറഞ്ഞിരുന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ട്രെയിനാണ് എന്ന്. ഇത് മുഴുവനായി 22 കോച്ചുകളും പൂർണ്ണമായും നോൺ AC ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും സ്വിച്ച് ബോർഡിൻ്റെ ചാർജ് ചെയ്യാവുന്നതാണ്, USB കേബിൾ ഉൾപ്പെടെ ഉപയോഗിക്കാവുന്നതാണ്. മൊബൈൽ ഹോൾഡറുകളുണ്ട്, സ്ലീപ്പറാണ്. എന്തായാലും കേന്ദ്രം മുൻപേ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു യാത്രാ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് ഉൾപ്പെടെ AC ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ സൗകര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ. ഇതിൽ പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള വാഷിനുള്ള ഒരു സൗകര്യം, അതുകൂടാതെ ബാത്റൂം. വന്ദേ ഭാരത് ട്രെയിനിലെ സമാനമായ ബാത്റൂം സംവിധാനമാണ് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിലും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. എന്തായാലും 22 കോച്ചുകളുള്ള ഒരു ട്രെയിൻ, ഏറ്റവും പുതിയ, അതായത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ഒരു ട്രെയിനാണ്. മണിക്കൂറിൽ 110 കിലോമീറ്റർ മുതൽ 130 കിലോമീറ്റർ വരെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് ഇത്. അതുകൂടാതെ ഇതിൻ്റെ സവിശേഷതയിൽ എടുത്തു പറയാവുന്ന മറ്റു കാര്യങ്ങൾ പറയുകയാണ്. അത് ഇങ്ങനെയാണ്. പുഷ്പുൾ സാങ്കേതിക വിദ്യയുള്ള ഒരു ട്രെയിനാണ് ഇത്. കുലുക്കം കുറയ്ക്കാനുള്ള സംവിധാനം ഓരോ ബോഗിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ എയർ സ്പ്രിംഗ് സസ്പെൻഷൻ ബോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ ബയോ വാക്കപ്പ് ടോയ്ലറ്റുകളാണ്. എന്തായാലും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വലിയൊരു പരിവർത്തനത്തിൻ്റെ പാതയുടെ ഒരു കാഴ്ച തന്നെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. കൽക്കരി എഞ്ചിനുകളിൽ നിന്ന് അതിവേഗ ഇലക്ട്രിക് ട്രെയിനുകളിലേക്കുള്ള മാറ്റം മാത്രമല്ല, യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു നവീകരണ യുഗത്തിലേക്കാണ് രാജ്യം ചുവടുവെക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ പ്രധാന അടയാളങ്ങളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സും നിലവിലിപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഈ 3 അമൃത് ഭാരത് എക്സ്പ്രസ്സുകളും. ആധുനിക സാങ്കേതിക വിദ്യയും വേഗതയും ഒരുപോലെ അവകാശപ്പെടുന്ന ഈ 2 ട്രെയിനുകൾക്കും ഒരേ ലക്ഷ്യങ്ങളല്ല ഉള്ളത് എന്നും ഏറെ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സാധാരണക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകുന്ന ഒരു യാത്രാ സൗകര്യം ഒരുക്കി തരുന്ന ഒരു ട്രെയിനാണ് അമൃത് ഭാരത് എന്ന് പറയാതിരിക്കാൻ വയ്യ. CCTV സംവിധാനങ്ങളും എല്ലാ സുരക്ഷാ വിന്യാസങ്ങളും എല്ലാം തന്നെ ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോൺ AC സർവീസാണ് അമൃത് ഭാരതിൻ്റേത്. എന്നാൽ പഴയ ട്രെയിനുകളേക്കാൾ
വളരെ മെച്ചപ്പെട്ടതും സുഖപ്രദവുമായ സീറ്റുകൾ, ആധുനികമായ സുരക്ഷാ സവിശേഷതകൾ എന്നിവ ഇതിലുണ്ട്. അത് നമ്മൾ കാഴ്ചയിലൂടെ തന്നെ നമുക്ക് വ്യക്തവുമാണ്. സാധാരണ സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്കും ജനറൽ ക്ലാസ് യാത്രക്കാർക്കും വേണ്ടിയുള്ള നവീകരിച്ച പതിപ്പാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ്.